ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വചനം സംഗ്രഹിക്കുമ്പോൾ അത് നമ്മിൽ എങ്ങനെയാണ് ഫലം പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചുമൊക്കെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ചിന്തകൾ അവസാനം വരെ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും വചനത്തെക്കുറിച്ച് പലവിധ ധാരണകളുള്ളവരാണ് നമ്മൾ. പ്രത്യേകമായ വചനഭാഗങ്ങൾ പഠിക്കുന്നവർ, വചനം കാണാതെ പഠിക്കുന്നവർ, വചനം എഴുതുന്നവർ, ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിച്ച് ആ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നവർ, ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വചനഭാഗങ്ങൾ ഉദ്ധരിക്കുന്നവർ, നിരവധിയായ തലങ്ങളിൽ നമുക്ക് വചനത്തെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. വിശുദ്ധ ലിഖിതങ്ങളെ എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടതെന്നും എങ്ങനെയാണ് അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാനാവുകയെന്നും തിരുവചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ അതെങ്ങനെയാണ് ജീവിതത്തിൽ ഇടപെടുകയെന്നും വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. പ്രത്യേകിച്ചും ഈ സെഷൻ മുഴുവനായി കേൾക്കാനായിട്ട് ശ്രമിക്കണം. വചനത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളിൽ വന്നിട്ടുള്ള പിശകുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ നമുക്ക് കഴിയണം. വചനം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന കാര്യത്തിൽ ഒരു ബോധ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് പറ്റണം. സാധാരണഗതിയിൽ നമ്മൾ വചനം കാണാപ്പാഠം പഠിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. കാണാതെ പഠിച്ച് നിരന്തരമായി വചനത്തെ ഉരുവിടുന്നവർ, ചില വചനങ്ങൾ പ്രത്യേകം എടുത്ത് പ്രാർത്ഥിക്കുന്നവർ, വചനത്തിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ തങ്ങൾക്ക് ആവശ്യമുള്ളവ ഉണ്ട് എന്ന് കരുതുന്നവർ, അങ്ങനെ വചനത്തെ പല തരങ്ങളിൽ ഉപയോഗിക്കുന്നവരാണ് ഭൂരിപക്ഷം പേര്. വിശ്വാസികൾ എപ്പോഴും വചനം കേന്ദ്രീകൃതമായിട്ടാണ് തങ്ങളുടെ ചിന്തകളെല്ലാം പുരോഗമിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിന്തകൾക്ക് ഉപയുക്തമായ രീതിയിൽ എങ്ങനെയാണ് വിനിയോഗിക്കാൻ കഴിയുക, ജീവിത നിലപാടായിട്ട് മാറാനായിട്ട് വചനത്തിന് എങ്ങനെയാണ് കഴിയുക, സംഗ്രഹിക്കുമ്പോൾ വചനം നമ്മുടെ ഹൃദയത്തെ ഗ്രസിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിലപാടുകളെയും ബോധ്യങ്ങളെയും അത് പരിവർത്തിപ്പിക്കുകയും ചെയ്യണം. വാസ്തവത്തിൽ തിരുവചനങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് വചനത്തെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഉറപ്പുണ്ടാകൂ. യേശുവാണ് വചനം, വചനം യേശുവാണ് എന്ന കാര്യത്തിൽ ആദ്യം നമുക്ക് ഉറയ്ക്കാൻ പറ്റണം. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു പിഴവ്, വിശുദ്ധ ലിഖിതങ്ങളെ മുഴുവൻ നമ്മൾ ദൈവവചനം എന്ന നിലയ്ക്ക് കാണാൻ തുടങ്ങും. ദൈവവചനം എന്നത് യേശുക്രിസ്തുവാണ്. തിരുലിഖിതങ്ങളിൽ യേശുക്രിസ്തു ഉണ്ട്. യേശുക്രിസ്തുവിനെ വചനത്തിനകത്ത് നമുക്ക് കണ്ടെടുക്കാൻ കഴിയണം. നമ്മൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പുതിയ നിയമത്തിലാണ്, സുവിശേഷത്തിലാണ്. സുവിശേഷത്തിലാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തുവിനെ തിരിച്ചറിയാനും ക്രിസ്തു എന്താണ് നമ്മോട് പറയുന്നത് മനസ്സിലാക്കാനും യഥാർത്ഥത്തിൽ നാം ശ്രദ്ധ ചെലുത്തേണ്ടത് സുവിശേഷത്തിലാണ്. പഴയ നിയമം പുതിയ നിയമത്തിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. പുതിയ നിയമത്തെക്കുറിച്ച് പറയുന്നത് പഴയ നിയമമാണ്. ആ നിലയ്ക്ക് പഴയ നിയമത്തെ അവഗണിക്കാവുന്ന ഒന്നല്ല. എന്നാൽ ജീവിത നിലപാട് സ്വീകരിക്കുമ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോഴും നാം സംഗ്രഹിക്കേണ്ടത് ക്രിസ്തു എന്ന ഏകവചനത്തെയാണ്, നിത്യമായ വചനത്തെയാണ്. അങ്ങനെ സത്യസ്വരൂപനായ ക്രിസ്തുവിനെ ജീവിതത്തിനകത്ത് സംഗ്രഹിക്കാൻ, ജീവിതത്തിനകത്തേക്ക് ഉൾച്ചേർക്കാൻ സുവിശേഷത്തിലാണ് നമുക്ക് കഴിയുക. സുവിശേഷ ധ്യാനമാണ് പ്രധാനമായിട്ടുള്ളതെന്ന് ഓർക്കണം. സുവിശേഷത്തെ മനസ്സിലാക്കുമ്പോഴും സുവിശേഷം രചിക്കപ്പെട്ട കാലഗണനയുണ്ട്, ചരിത്ര പശ്ചാത്തലമുണ്ട്, സുവിശേഷം ആരോട് പറയുന്നു എന്നുള്ളതുണ്ട്. അങ്ങനെ ചരിത്രപരതയും സുവിശേഷം എന്തിനു വേണ്ടി, എന്തുദ്ദേശത്തിൽ പറയുന്നു എന്നതിനെ സംബന്ധിച്ചും വ്യക്തമായ ധാരണ ഉണ്ടാകുമ്പോൾ മാത്രമേ വചനത്തെ നമുക്ക് വേണ്ടും വിധം മനസ്സിലാക്കാൻ പറ്റൂ. യേശുക്രിസ്തു സത്യമായ വചനമാണ്. അവൻ ലോകത്തേക്ക് വന്നത് അഖില ലോകത്തെയും രക്ഷിക്കാനാണ്. ലൂക്കാസ് സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 10-ാം തിരുവചനത്തിൽ നമുക്കത് കാണാൻ പറ്റും. അവൻ വന്നത് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ്. അഖില ലോകത്തിനുള്ള രക്ഷയാണ് ക്രിസ്തു. രക്ഷാമാർഗമായ ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുകയും ക്രിസ്തുവിൽ ലോകത്തെ നോക്കിക്കാണാൻ നാം പ്രാപ്തരാകുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ സുവിശേഷാത്മകമായൊരു നിലപാട് നമുക്കുണ്ടാകുക. ക്രൈസ്തവരെന്ന നിലയ്ക്ക് വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് അടിപ്പടവായി മാറേണ്ടതും നിലനിൽപ്പിനുള്ള കളമായി മാറേണ്ടതും ക്രിസ്തു എന്ന ബോധ്യമാണ്. യേശുവിനെ സംബന്ധിച്ച് ഇപ്രകാരം ഒരു ബോധ്യം ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് പ്രധാനം. വചനം കാണാതെ പഠിക്കുന്നത് നമുക്ക് പലപ്പോഴും ഉരുവിടാൻ ഉപയോഗിക്കാം. പക്ഷെ വചനം കാണാതെ പഠിക്കുന്നതിലല്ല കാര്യം, വചനത്തിന്റെ സത്തയെ തിരിച്ചറിയലാണ്. ക്രിസ്തു എന്താണെന്നും എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നും എന്താണ് ക്രിസ്തുവിന്റെ ജീവാർപ്പണമെന്നും എങ്ങനെയാണ് ക്രിസ്തു രക്ഷ ലോകത്തിന് നൽകിയതെന്നും ആ രക്ഷയിലേക്ക് എന്നെ ഉൾച്ചേർക്കാൻ എനിക്ക് അങ്ങനെ കഴിയും എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ ധ്യാനമായിട്ട് വരേണ്ടത്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വചനത്തെ കാണാപ്പാഠം പഠിക്കുന്നു, അതേപടി നമ്മുടെ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കുന്നു. വചനത്തിന്റെ അകപ്പൊരുളിലേക്ക് തിരിയാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതിരത്തിലുണ്ടായിരിക്കണം. രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. ഇത് പഴയ നിയമത്തിൽ പറയുന്ന കാര്യമാണ്. ന്യായപ്രമാണ ഗ്രന്ഥം അതിരത്തിലുണ്ടായിരിക്കണമെന്നും രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കണമെന്നും അപ്പോൾ ഐശ്വര്യം പ്രാപിക്കുമെന്നും ജോഷുവയുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ന്യായപ്രമാണത്തിന്റെ സമ്പൂർണതയായ അല്ലെങ്കിൽ പ്രമാണങ്ങളുടെയും പ്രവചനങ്ങളുടെയും പൂർണ്ണതയായ ക്രിസ്തുവിനെ
തിരിച്ചറിഞ്ഞ നാം ന്യായപ്രമാണമാണോ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടത്, ക്രിസ്തുവിനെയാണോ സംഗ്രഹിക്കേണ്ടത്? പഴയ നിയമ കേന്ദ്രീകൃതമായി നമ്മുടെ വിശ്വാസം മാറിപ്പോകുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ക്രിസ്തുവിൽ നിന്ന് നാം മുഖം തിരിക്കുകയാണ്. പൂർണ്ണതയായ ഒന്ന് എത്തിയതിനു ശേഷവും അപൂർണമായ ഒന്നിനെ ചുമക്കുന്നവരായിട്ട് നമ്മൾ മാറും. പഴയ നിയമത്തിൽ വചനം നമുക്ക് നൽകപ്പെടുന്നത് ആശയരൂപത്തിലാണ്, ക്രിസ്തുവിലാകട്ടെ ആളത്വമായിട്ടാണ്. ആശയരൂപത്തിൽ വചനം നൽകപ്പെടുമ്പോൾ അല്ലെങ്കിൽ തിരുലിഖിതങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു കുറവ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ പരിപൂർണതയിലേക്ക് എത്തുന്നതിന് നമുക്ക് കഴിയാതെ പോകും. ക്രിസ്തുവിൽ നിന്നുകൊണ്ട് വേണം പഴയ നിയമത്തെ മനസ്സിലാക്കാൻ. കാരണം യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ് എന്ന കാര്യം പഴയ നിയമം പ്രഘോഷിക്കുന്നു. ആ പഴയ നിയമത്തെ നമുക്ക് മറന്നു കളയാൻ കഴിയില്ല. പക്ഷേ പഴയ നിയമത്തിൽ ശ്രദ്ധയുന്നതും പഴയ നിയമത്തിലെ വചനങ്ങൾ പാലിക്കുന്നതാണ് വചനപാലനമെന്ന് തെറ്റിദ്ധരിക്കുന്നതും അപകടകാരിയായ കാര്യമാണ്. പഴയ നിയമത്തിന്റെ സാധ്യതകളും സാഹചര്യങ്ങളും പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. ക്രിസ്തു എന്നേക്കുമുള്ള വചനമാണെന്ന് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. സുവിശേഷത്തിൽ ക്രിസ്തു തന്റെ ജീവാർപ്പണം വഴിയാണ് അത് വെളിപ്പെടുത്തുക. യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ എന്നതിനേക്കാൾ യേശു ക്രിസ്തു എങ്ങനെയാണ് നമുക്ക് ദൈവസ്നേഹം അനുഭവപ്പെടുത്തുന്നത് എന്നതിലേക്ക് എത്താൻ പറ്റണം. ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തെ മനസ്സിലാക്കാൻ പറ്റണം. യേശു പ്രബോധനങ്ങൾ നൽകുന്നുണ്ട്, നിയമങ്ങൾ പറയുന്നുണ്ട്, അതേസമയം തന്നെ സംഭവങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഉപമകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിന്റെ പ്രവർത്തനത്തിന്റെ ആകെത്തുകയെ മനസ്സിലാക്കുമ്പോൾ യേശു നൽകുന്നത് കൽപ്പനകളാണ്. ഒന്ന്, കൽപ്പനകൾ നാം പാലിക്കേണ്ടവയാണ്. യേശു നൽകിയ കൽപ്പന പ്രധാനമായും 2 കൽപ്പനയാണ്. ഒന്ന്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. പരസ്പരം സ്നേഹിക്കുക എന്ന കൽപ്പനയാണ് ക്രിസ്തുവിൽ പ്രധാനമായിട്ട് നൽകപ്പെടുന്നത്. കൽപ്പന എന്ന നിലയ്ക്ക് യേശു പറഞ്ഞ ഈ കൽപ്പനയെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് പഠിപ്പിക്കുന്നത് ക്രിസ്തു തന്റെ ജീവിതത്തിന്റെ സമ്പൂർണ്ണത വഴിയാണ്, യാഗാർപ്പണം വഴിയാണ്. യേശു ക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു. അവിടെ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ക്രിസ്തു എന്ന തെറ്റിദ്ധാരണ നമുക്കുണ്ടാകും. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അടയാളമായിട്ടാണ്. താൻ ദൈവത്തിൽ നിന്ന് വന്ന ഒരുവനാണെന്ന്, ദൈവപുത്രനാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നത്, രോഗശാന്തി നടത്തുന്നത്. യേശു എന്തിനാണ് സുവിശേഷ പ്രഘോഷണത്തിൽ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ഉൾച്ചേർക്കുന്നത്? ആ സംഭവങ്ങൾക്കകത്തൂടെ യേശു വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന്. മാത്രമല്ല യേശു സമ്പൂർണ്ണ രക്ഷയാണ് എന്ന പാഠം അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. സാധാരണഗതി നമ്മൾ പറയുമല്ലോ, രോഗിയെ സുഖപ്പെടുത്തുന്ന യേശു ഇന്നും പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് രോഗികളെ സുഖപ്പെടുത്തുന്നവനാണ് യേശു എന്ന് നാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ യേശു രോഗികളെ സുഖപ്പെടുത്തിയത് ശരീരത്തിന് മേൽ അധികാരമുള്ളവൻ താനാണെന്നും ശരീരത്തെ വിമോചിപ്പിക്കാൻ ശേഷിയുള്ളവൻ താനാണെന്നും വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. യേശുവിന്റെ ഈ വെളിപ്പെടുത്തലിലേക്ക് പോകാതെ, ഈ അടയാളം കാണാതെ കേവല അത്ഭുതങ്ങളെ മനമുടക്കുമ്പോൾ നാം രോഗശാന്തിയാണ് ക്രിസ്തു നൽകേണ്ട പ്രധാന കാര്യമെന്ന് തെറ്റിദ്ധരിക്കും. ക്രിസ്തു ഒരു രോഗശാന്തി വിദഗ്ധനായിട്ടല്ല പ്രവർത്തിക്കുന്നത്. ശരീരത്തിന്റെ മേൽ അധികാരമുള്ള, ശരീരത്തെ വിമോചിപ്പിക്കാൻ കെൽപ്പുള്ള ദൈവത്തിന്റെ പുത്രനാണ് താനെന്നും ക്രിസ്തു കുരിശിൽ യാഗം പൂർത്തിയാക്കുമ്പോൾ ശരീരങ്ങൾ സമ്പൂർണമായി സൗഖ്യം പ്രാപിക്കും എന്നാണ് യേശു പഠിപ്പിക്കുക. അതുകൊണ്ട് യേശു രോഗികളെ സുഖപ്പെടുത്തുന്നു. വിശ്വാസത്തിന്റെ മഹിമയെക്കുറിച്ച് പറയാൻ വേണ്ടി യേശു രക്തസ്രാവക്കാരിയായ വിധവയെ സുഖപ്പെടുത്തുന്നു. ഇങ്ങനെ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഉൾക്കാമ്പായി നമ്മൾ തിരിച്ചറിയേണ്ടതും ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതും ശരീരത്തിന്റെ വിമോചകനായ, ശരീരത്തിന് സൗഖ്യദാതാവായ ക്രിസ്തു അകമേ വസിക്കുന്നു എന്ന ബോധ്യത്തിലാണ്. മാത്രമല്ല, ശരീരം എന്നത് ഇങ്ങനെ ഉദ്ധിതമാകുന്ന ഒന്നാണെന്ന്, സൗഖ്യം പ്രാപിക്കുന്ന ഒന്നാണെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നു. ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവത്തിൽ അങ്ങനെ മരിച്ച ഒരാളെ ഉയർപ്പിക്കുന്ന യേശു ഇപ്പോഴും മരിച്ചവരെ ഉയർപ്പിക്കില്ലേ എന്ന് നമുക്ക് സംശയം ഉണ്ടാകണം. യഥാർത്ഥത്തിൽ ഉദ്ധാനവും ജീവനും താനാണ് എന്ന് വെളിപ്പെടുത്താനാണ്, താൻ വന്നത് ജീവൻ നൽകാനാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യേശു ലാസറിനെ ഉയർപ്പിക്കുന്ന ഘട്ടത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ ഉദ്ധാനം അഥവാ ജീവനാണ്, ഞാൻ പുനരുദ്ധാനവും ജീവനുമാണെന്നാണ് മലയാളം POC ബൈബിളിലുള്ളത്. അതിന്റെ ഗ്രീക്ക് മൂലത്തിന്റെ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ പറയുന്നത് ഞാൻ ഉദ്ധാനം അഥവാ ജീവനാണ് എന്നാണ്. അങ്ങനെ ഉദ്ധാനവും ജീവനും താനാണ് എന്ന് വെളിപ്പെടുത്താനാണ് ലാസറിനെ ഉയർപ്പിച്ചത്. അപ്പൊ ലാസറിനെ ഉയർപ്പിച്ചു എന്ന കേവല അത്ഭുതത്തിൽ കൊടുക്കാതെ ലാസറിനെ ഉയർപ്പിക്കാൻ കാരണമായത് അവൻ ഉദ്ധാനവും ജീവനുമായത് കൊണ്ടാണെന്നും ആ ഉദ്ധാനവും ജീവനുമായവൻ എന്റെ അകമേ വസിക്കുന്നുവെന്നും ഉദ്ധാനവും ജീവനുമായ അവനിൽ വിശ്വസിക്കുകയാണ് വേണ്ടതെന്നും അങ്ങനെ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന ബോധ്യമാണ് യഥാർത്ഥത്തിൽ ആ വചനം ഹൃദയത്തിലെടുക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകേണ്ടത്. ഇതേപോലെ തന്നെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, ശുദ്ധനാക്കാൻ കഴിവുള്ളവനാണ് താനെന്ന് വെളിപ്പെടുത്തുന്നു.
അപ്പം വർദ്ധിപ്പിക്കുന്നു. 5 അപ്പം 5000 പേർക്കായി വീതിച്ചുകൊണ്ട് യേശു നൽകുന്ന പാഠം, അപ്പം വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ് താൻ, നിങ്ങളുടെ വിശപ്പടക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാനെന്ന് പറയാനല്ല, യഥാർത്ഥ അപ്പം താനാണെന്ന് പറയാനാണ്. യോഹന്നാൻ 6:48 അത് പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. അങ്ങനെ സ്വർഗത്തിൽ നിന്നിറങ്ങിയ നിത്യരക്ഷയാകുന്ന അപ്പമാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുകയും, അപ്പമാകുന്ന ക്രിസ്തു കുരിശിൽ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട്, പരിപൂർണതയായി തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് വിമോചനം നൽകുന്നു, നിത്യജീവൻ നമുക്ക് പ്രദാനം ചെയ്യുന്നു എന്ന ബോധ്യത്തിലേക്ക് നാം എത്തിച്ചേരണം. അങ്ങനെ എത്തിച്ചേരാത്ത പക്ഷം കേവലം ഈ അത്ഭുതത്തിൽ കൊടുക്കുമ്പോൾ ശിഷ്യന്മാർ 12ഉം 7ഉം കൂട്ട അപ്പം ചുമന്നതുപോലെ അപ്പം ചുമക്കുന്നവരായിട്ട് നമ്മൾ മാറിപ്പോവും. ഭൗതിക അടയാളങ്ങൾ തേടിയുള്ള അലച്ചിലായിട്ട് നമ്മുടെ ജീവിതം മാറിപ്പോവും. അപ്പോൾ യേശു ചെയ്ത പ്രവർത്തികളിൽ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. സാബത്ത് ദിവസം രോഗിയെ സുഖപ്പെടുത്തുന്നുണ്ട്. സാബത്ത് ദിവസം സുഖപ്പെടുത്തിക്കൊണ്ട് സാബത്ത് നന്മ ചെയ്യാനുള്ള ദിവസമാണെന്നും അവരോട് കരുണ കാണിക്കാനുള്ള ദിവസമാണെന്നും അത് ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കാനുള്ള ദിവസമാണെന്നും ക്രിസ്തു പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ സാബത്ത് ഒരു വിലക്കായിട്ടാണ് കരുതപ്പെട്ടതെങ്കിൽ പുതിയ നിയമത്തിൽ ആ വിലക്കുകളെ എല്ലാം അതിലംഘിച്ചുകൊണ്ട് സാബത്ത് മനുഷ്യന് വേണ്ടിയാണ് എന്ന് ക്രിസ്തു പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ ക്രിസ്തു എങ്ങനെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്, അടയാളങ്ങളിലൂടെ എങ്ങനെയാണ് പ്രവർത്തിച്ചത്, എന്താണ് അവിടെ നിന്ന് അടയാളമാക്കിയത്, പിശാചിനെ ബഹിഷ്കരിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും അന്ധർക്ക് കാഴ്ച നൽകുകയൊക്കെ ചെയ്തുകൊണ്ട് ക്രിസ്തു പിശാചിന്റെയും ലോകത്തിന്റെയും അധികാരത്തെ ലംഘിക്കുകയും താൻ പരമാധികാരിയാണെന്ന് അഥവാ നിത്യരക്ഷയാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ക്രിസ്തുവിൽ വെളിപ്പെട്ട ഈ ദൈവസ്നേഹത്തെ തിരിച്ചറിയാനാണ് ഹൃദയത്തിൽ വചനത്തെ സംഗ്രഹിക്കുക എന്ന് പറയുന്നതിലൂടെ നാം ചെയ്യേണ്ടത്. വാസ്തവത്തിൽ നമ്മുടെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുന്നവനല്ലേ കർത്താവെ, അന്ന് നീ അത്ഭുതം പ്രവർത്തിച്ചല്ലോ, ഇന്നും പ്രവർത്തിക്കുമെന്ന് ശാഠ്യം നമ്മൾ പുലർത്തുമ്പോൾ അടയാളങ്ങൾ തേടുന്ന ദുഷിച്ച തലമുറയായിട്ട് നമ്മൾ മാറിപ്പോകും. ഇതാണ് ഇന്ന് ധ്യാന കേന്ദ്രങ്ങളിലും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും ഒക്കെ നാം ബലം പിടിച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറുന്നതിന്റെ പുറകിലുള്ള തത്വം. മാത്രമല്ല, ഇങ്ങനെ സൗഖ്യം കൊടുക്കുന്നവനാണ് യേശു, ഇവിടെ വന്നാൽ സൗഖ്യം കിട്ടുമെന്ന് പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് ഈ അറിവില്ലായ്മയാണ്. ക്രിസ്തു സമ്പൂർണമായ സൗഖ്യമാണ്. 1 പത്രോസ് 2:24 അവിടെ നിന്ന് പറയുന്നുണ്ട്, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഒരു രോഗം ഉണ്ടാകുമ്പോൾ ആ രോഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളായി ധരിച്ചിരുന്നത് പാപമാണ്, ശാപമാണ്, അശുദ്ധിയാണ്, പിശാചാണ്. ഇങ്ങനെയൊക്കെ കരുതിയിരുന്ന കാലഘട്ടങ്ങളെ തെറ്റാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ക്രിസ്തു പറയുന്നു, ഇതൊന്നുമല്ല കാര്യം, യഥാർത്ഥ കാര്യം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനാണ്. അപ്പൊ നമ്മുടെ രോഗം, നമ്മുടെ ജീവിതത്തിലെ ദുരിതാവസ്ഥ ദൈവമഹത്വം വെളിപ്പെടാനുള്ള കാര്യമാണെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. ദൈവമഹത്വം വെളിപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കഷ്ടതയും എന്ന് ക്രിസ്തു ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കാനും ക്രിസ്തുവചനത്തെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കാനും കഴിയുമ്പോൾ നമുക്ക് ജീവിത പ്രയാസങ്ങളെ നേരിടാനുള്ള ബലം ലഭിക്കും. അങ്ങനെയാണ് രോഗങ്ങളെ നേരിടാനുള്ള ബലം ലഭിക്കുക. സാധാരണഗതിയിൽ ഒരു രോഗം ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകും, നമ്മൾ ഭയന്നു പോകും, ഭയചകിതരാകും. അതുകൊണ്ട് നാം അപ്പൊ പ്രവർത്തിക്കുന്ന ഒന്നും വിവേകത്തിലായിരിക്കില്ല. യഥാർത്ഥ വിവേകം എന്താണ്? ക്രിസ്തു നമ്മെ അറിയുന്നു, അവൻ നമ്മിലുണ്ട്, അവൻ നമ്മുടെ അകത്ത് ജീവനായിട്ട് വസിക്കുന്നു, അവൻ നമ്മെ സൗഖ്യപ്പെടുത്തുന്നവനാണ്. നമ്മൾ ശാന്തരായിരിക്കണം, നമ്മൾ ഇതിനെക്കുറിച്ച് ആകുലപ്പെടരുത്. നമ്മൾ ചികിത്സ തേടേണ്ടെന്നല്ല അതിനർത്ഥം. ചികിത്സ തേടുമ്പോഴും നമുക്കുണ്ടാകേണ്ട ബോധ്യം പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. ആ ശക്തി ക്രിസ്തുവിൽ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നു. യേശു നമ്മെ സുഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. താൽക്കാലികമായി കാര്യങ്ങൾ ഉടക്കി പോകാതിരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മെ ബലപ്പെടുത്തുകയാണ് ക്രിസ്തുവചനം. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ പായുന്നവരായിട്ട് മാറരുത്. പകരം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച അവൻ തന്നെ സമർപ്പിച്ചുകൊണ്ട് സമ്പൂർണമായ വിമോചനം നമുക്ക് നൽകി. പിശാചിനെ ബഹിഷ്കരിക്കുന്നവൻ പിശാചിനെ തോൽപ്പിക്കുന്നത് കുരിശിലാണ്. ക്ഷമയുടെ വചനം കൊണ്ടാണ് പിശാചിനെ തോൽപ്പിക്കുന്നു. അവൻ മുറിവേറ്റു, നമുക്ക് സൗഖ്യം തന്നു. അങ്ങനെ നിത്യരക്ഷയിലേക്ക് നമ്മെ നയിക്കാൻ അവൻ തന്റെ ആത്മാവിന് പിതാവിന്റെ കരങ്ങൾ സമർപ്പിച്ചു, പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നവനായി മാറി. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ഇടപെട്ടിട്ടുണ്ട് എന്നും അവൻ സമ്പൂർണ്ണ വിമോചകനാണെന്നും ഹൃദയത്തിൽ ബോധ്യമുണ്ടാകലാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിനു പകരം നാം ഇപ്പോഴും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും തേടിപ്പോകുന്നു. ഈ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കേന്ദ്രങ്ങളിലാണ് ക്രിസ്തു വസിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നു. യഥാർത്ഥത്തിൽ ദിവ്യബലിയെ പോലും തള്ളിക്കൊണ്ട് നാം അനേക ഇടങ്ങളിലേക്ക് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൗഖ്യം പ്രാപിക്കുന്നതാണ് രക്ഷയുടെ അടയാളമെന്ന് ഇപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ക്രിസ്തു അടയാളങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ സമർപ്പിച്ചു, യാഗമായിട്ട് മാറി. അങ്ങനെ അവൻ നമുക്ക് ജീവൻ നൽകുന്നവനായി പരിശുദ്ധാത്മാവിനെ നൽകി. ഇങ്ങനെ നമ്മിൽ സമ്പൂർണമാകുന്ന ക്രിസ്തുയാഗത്തിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ നമ്മുടെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ പോകുന്നു. യേശു ഉപമകളിലൂടെ സംസാരിച്ചു. ഓരോ ഉപമകളിലൂടെയും ക്രിസ്തു സംസാരിച്ചത് എന്താണ് താൻ പറയാൻ ഉദ്ദേശിക്കുന്നതിന്റെ അകക്കാമ്പാണ്. അത് ദൈവസ്നേഹത്തെ വെളിപ്പെടുത്താനാണ്. ഏത് ഉപമെടുത്ത് പരിശോധിച്ചാലും, വിത്തിന്റെ ഉപമ പരിശോധിക്കുമ്പോഴാകട്ടെ, കടുകുമണിയുടെ ഉപമ പരിശോധിക്കുമ്പോഴാകട്ടെ,
ഒരു സ്ത്രീ 3 ഇടങ്ങഴി മാവിൽ ചേർത്ത് വെച്ച പുളിമാവിനെ കുറിച്ച് പറയുമ്പോഴാകട്ടെ, ആ ഉപമയുടെ അകക്കാമ്പായിട്ടുള്ളത് ക്രിസ്തുവാകുന്ന സ്നേഹത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നാണ്. അങ്ങനെ ക്രിസ്തുവാകുന്ന സ്നേഹത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളാണ് ജീവിതത്തിൽ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും ക്രിസ്തുവിൽ നമുക്ക് പുരോഗമിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയല്ലെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും സ്വന്തം ജീവൻ അർപ്പിക്കുന്നതാണ് യഥാർത്ഥ യാഗമെന്നും ക്രിസ്തു കുരിശിൽ അർപ്പിച്ചതുപോലെ അർപ്പിക്കാൻ നാം വിളിക്കപ്പെടുന്നുവെന്നും ബോധ്യമുണ്ടാകുമ്പോൾ ക്രിസ്തുവിൽ നമുക്ക് വളർച്ചയുണ്ടാവും. അതുകൊണ്ട് ക്രിസ്തുവചനത്തെ ധ്യാനിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കണം. ജീവിതത്തിലെ സംഭവങ്ങളിലൂടെ, ഉപമകളിലൂടെ യേശു പഠിപ്പിക്കുന്നു, പ്രബോധനങ്ങൾ നൽകുന്നു. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ഈ വചനഭാഗം പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ക്രിസ്തു പറഞ്ഞ അഷ്ടഭാഗ്യങ്ങളെ കുറിച്ച് മാത്രമാണ്. അഷ്ടഭാഗ്യങ്ങൾക്കകത്ത് ക്രിസ്തു വെളിപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണ്? പിതാവായ ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുമ്പോൾ, അവനെ പിന്തുടരുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചാണ്. പ്രബോധനപരമായിട്ടാണ്. നിങ്ങൾ എന്നെ പിൻചൊല്ലുമ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമടുത്തന്റെ പിന്നാലെ വരട്ടെ. പ്രബോധനം നൽകുകയാണ്. അത് സ്വീകരിക്കുന്നവൻ സ്വീകരിക്കാം, സ്വീകരിക്കാത്തവന് സ്വീകരിക്കാതിരിക്കാം. പ്രബോധനമാണ്. യേശു പ്രബോധനങ്ങൾ നൽകുമ്പോഴും സംഭവങ്ങളിലൂടെ തന്നെ വെളിപ്പെടുത്തുമ്പോഴും ഉപമകളിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും ഒക്കെ ചെയ്യുന്നത് ക്രിസ്തുവിലേക്കുള്ള വാതിൽ തുറക്കാണ്. അങ്ങനെ യേശുവാകുന്ന സത്യത്തെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കാനും അവനിലൂടെ നമുക്ക് നൽകപ്പെട്ട പ്രബോധനത്തെ സ്വീകരിക്കാനും ദൈവകൽപ്പനയാകുന്ന സ്നേഹപ്രവൃത്തിയായി നമ്മുടെ ജീവിതത്തെ മാറ്റി തീർക്കാനും എപ്രകാരം കഴിയുമെന്ന കാര്യമാണ് സുവിശേഷത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളുന്നത്. യേശുക്രിസ്തുവിനെ ഉൾക്കൊള്ളുക എന്നതിനർത്ഥം ദൈവത്തിന്റെ പുത്രനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക, അല്ലെങ്കിൽ അവന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറുക, ക്രിസ്തുവിലായിത്തീരുക. അങ്ങനെ യേശുക്രിസ്തു സ്വയം സമർപ്പിക്കുകയും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്കും നമ്മൾ മരിച്ചു എന്ന സത്യത്തിലേക്ക് നമ്മെ എത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനൊരു ബോധ്യം സുവിശേഷം ധ്യാനിക്കുമെന്ന് നമുക്കുണ്ടാകണം. ഈ സുവിശേഷ ധ്യാനത്തെ ഉറപ്പിക്കുന്നതാണ് പഴയ നിയമം. പഴയ നിയമം പറഞ്ഞയാളാണ് യേശു. അതുകൊണ്ട് അന്ന് വചനത്തിലൂടെ പറഞ്ഞു, ഇന്ന് ആളത്വമായിട്ട് മാറിയിട്ടുണ്ട്. ആ ആളത്വം ആത്മാവായി തീർന്ന് എന്റെയും നിങ്ങളുടെയും അകമേ വസിക്കുന്നു. അങ്ങനെ ആത്മസ്വരൂപനായ ദൈവത്തിൽ ആയിത്തീർന്നിരിക്കുന്നത് നമുക്ക് ക്രിസ്തുവിൽ ജീവിക്കാൻ കഴിയും. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്താൻ കഴിയും. ലോകരക്ഷ എന്നേക്കുമുള്ള ഒന്നായി അനുഭവപ്പെടുത്താൻ, അല്ലെങ്കിൽ സഹകാരികത്വത്തോടെ ഈ രക്ഷാകര കർമ്മത്തിന്റെ പരിപൂർണത മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അനുഭവമാക്കാനും എന്നെയും നിങ്ങളെ ദൈവം വിളിക്കുന്നു എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പൊ അതുകൊണ്ട് സുവിശേഷമാണ് പ്രധാനമായിട്ട് കാണേണ്ടത്. സുവിശേഷത്തിൽ നിന്നാണ് ചിന്തിക്കേണ്ടത്. ഏതെങ്കിലും ഒരു വചനത്തെ അടർത്തിയെടുത്ത് അത് പറയുന്നതോ ചിന്തിക്കുന്നതോ ധ്യാനിക്കുന്നതോ അല്ല പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തുവാകുന്ന വചനത്തെ, യേശുവിനെ ഹൃദയത്തിന്റെ സമ്പൂർണതയായിട്ട് സ്വീകരിക്കാൻ കഴിയുക. അതുകൊണ്ട് സുവിശേഷം വായിക്കുമ്പോഴും നമ്മുടെ അകത്തുണ്ടാകേണ്ടത് ക്രിസ്തു എന്ന നിത്യമായ വചനമാണ്. ആ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കലാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഇനി ലേഖനഭാഗത്തേക്ക് വന്നാലോ, ലേഖനഭാഗമൊക്കെ യഥാർത്ഥത്തിൽ ക്രിസ്തുവാകുന്ന വചനത്തെ ആ കാലത്തിന് അനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ്. പ്രാദേശികമായ സഭകൾക്കുള്ള കത്തുകളായിട്ടും സാർവത്രിക സഭയ്ക്കുള്ള കത്തുകളായിട്ടും വെളിപാടായിട്ടും വരുന്നതെല്ലാം ക്രിസ്തുവാകുന്ന വചനത്തെ കൂടുതൽ വെളിപ്പെടുത്താൻ വേണ്ടി ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിശദീകരിക്കാൻ വേണ്ടി ഉണ്ടായവയാണ്. ഇന്നും ഇന്നലെയും എന്നും ഒരുവനായ, ഫെബ്രുവരി 13 പറയുന്ന പോലെ, ഇന്നും ഇന്നലെയും എന്നും ഒരുവനായ ക്രിസ്തുവിനെ നമുക്ക് ആനുകാലിക ചുറ്റുപാടിൽ എങ്ങനെയാണ് അനുഭവപ്പെടുത്താൻ പറ്റുക, ജീവിത പ്രയോഗമാക്കി മാറ്റാൻ പറ്റുക എന്ന പഠനമാണ് കത്തുകളിലൂടെയും ലേഖനങ്ങളിലൂടെയൊക്കെ വന്നിട്ടുള്ളത്. ഈ കത്തുകളിലും ലേഖനങ്ങളിലും പറയുന്ന വചനത്തെ ഏതെങ്കിലും ഭാഗം അടർത്തിയെടുത്താൽ നമുക്ക് വേണമെങ്കിൽ ക്രിസ്തു വിരുദ്ധമായിട്ട് തന്നെ ചിന്തിക്കാം, സ്ത്രീ വിരുദ്ധമായിട്ട് ചിന്തിക്കാം, സാമൂഹ്യ വിരുദ്ധമായിട്ട് ചിന്തിക്കാം. യഥാർത്ഥത്തിൽ ഈ വചനത്തെ നാം മനസ്സിലാക്കേണ്ടത് കത്തുകളിലൂടെ വന്നിട്ടുള്ള പ്രബോധനങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു എന്ന ഏക സത്യവചനത്തിലേക്ക് നമ്മെ ചേർത്ത് വെക്കുന്നതായിട്ടാണ്. അങ്ങനെ ചേർത്ത് വെക്കുന്നവയായി ഈ ലേഖന ഭാഗങ്ങളെ കാണാതെ പോയാൽ നമുക്ക് ക്രിസ്തുവിൽ നിന്ന് ചിലപ്പോൾ അകന്നു നിന്ന് ചിന്തിക്കേണ്ടി വരും. ക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകും. അതുകൊണ്ട് ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഓരോ കാലഘട്ടത്തിൽ നൽകപ്പെട്ട കത്തുകൾ, ഇന്ന് അപ്പോസ്തല പ്രബോധനങ്ങൾ ഉണ്ടാകുന്നത് പോലെ അന്നുണ്ടായ പ്രബോധനങ്ങളാണ് യഥാർത്ഥത്തിൽ കത്തുകൾ. അവയെ അപ്രകാരം നാം തിരിച്ചറിയണം. ഒരു യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ഒരു വിഭാഗമായി, ഒരു കൂട്ടായ്മയായി ശിഷ്യ സമൂഹം മാറിത്തീരുന്നു. ആ ശിഷ്യ സമൂഹത്തിന് ഈ യഹൂദ വിഭാഗത്തിന്റെ എല്ലാ ആചാരങ്ങളും ക്രമങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ ബാധ്യതയായി കൂടെയുണ്ട്. അവർ ജീവിക്കുന്ന ചുറ്റുപാട് അതാണ്, അവർ ശീലിച്ചത് അതാണ്, ആചാരങ്ങൾ അതാണ്. ഈ ആചാരങ്ങളെ മുഴുവനും മാറ്റിയെടുത്ത് ഒറ്റ ദിവസം കൊണ്ട് ഒരു പുതിയ മനുഷ്യനായി തീരുകയല്ല. ക്രിസ്തുവാകുന്ന വചനത്തെ സ്വീകരിക്കുമ്പോഴും ഇതിന്റെ പാർശ്വഫലങ്ങൾ, അവർ ജീവിച്ച ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ലോകത്തിന്റെ പാർശ്വഫലങ്ങൾ അവരെ സ്വാധീനിക്കും. അവയെല്ലാം അന്ന് നിന്നിരുന്ന ആദിമ സഭാ സമൂഹത്തിനകത്ത് വ്യാപകമായിട്ടുണ്ടായിരുന്നു. അവയെക്കുറിച്ചുള്ള തിരുത്തലുകളും അവയെ പ്രതിരോധിക്കാൻ വേണ്ട നിലപാടുകളും ഒക്കെ അവരെ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ
കാലഘട്ടത്തിൻ്റെതായ പോരായ്മകൾ അത്തരം പ്രബോധനങ്ങൾക്കകത്ത് കടന്നുകൂടാനും ഇടയുണ്ട്. അതുകൊണ്ട് തിരിച്ചറിയേണ്ടത് സുവിശേഷത്തിലാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, സുവിശേഷമാണ് ധ്യാനിക്കേണ്ടത്. സുവിശേഷത്തിൽ ഹൃദയം ഉറപ്പിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ലേഖന ഭാഗത്തേക്കും നോക്കാൻ വയ്യ, പഴയ നിയമത്തിലേക്ക് നോക്കാൻ വയ്യ. ഈ ഒരു ബോധ്യം നമ്മുടെ അകത്തില്ലെങ്കിൽ വാസ്തവത്തിൽ സംഭവിക്കുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ലേഖനത്തിൽ ഏതെങ്കിലും ഒരു പരാമർശം എടുത്തിട്ട് സ്ത്രീവിരുദ്ധമാണ് ഈ വചനമെന്ന് നമുക്ക് പറയാൻ പറ്റും, ഇത് ആധുനികമല്ലെന്ന് പറയാൻ പറ്റും, ഇത് മനുഷ്യത്വരഹിതമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ വിവേചനം അനുഭവിക്കുന്ന തരത്തിൽ കുറവുകൾ കണ്ടെത്താൻ കഴിയും. അത് വചനത്തെ അടർത്തിയെടുക്കുന്നതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. മാത്രമല്ല, എന്താണ് ലേഖനങ്ങൾ ചെയ്യുന്നത്, എന്താണ് സുവിശേഷം, എന്താണ് പഴയ നിയമത്തിലെ പ്രസക്തി എന്ന് തിരിച്ചറിയാതെ പോകലാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ശാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, പാപബന്ധനങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു, കരുണയ്ക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ അനന്തകാരുണ്യമായ ദൈവം വെളിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് നമുക്കുണ്ടാകേണ്ടത്? ഈ കരുണയായിട്ട് മാറുക എന്ന കാര്യമാണ്. എന്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകുവിൻ, എന്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരാകുവിൻ. ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിനകത്ത് നിലപാടായി മാറുകയും നമ്മുടെ ജീവിതം ക്രിസ്തു അനുരൂപണമായിട്ട് മാറുകയും ചെയ്യുന്നുള്ളതാണ് പ്രധാനം. ആചാരാനുഷ്ഠാനങ്ങളും വിവിധങ്ങളായ രീതികളും ക്രമങ്ങളും ഒക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടവയാണ്. അവയൊന്നുമല്ല പ്രധാനം. അവയെക്കാളൊക്കെ പ്രധാന അടിസ്ഥാന നിലപാടായിട്ട് ഉണ്ടാകേണ്ടത് ക്രിസ്തുവാണ്. ഈ ക്രിസ്തുബോധം ഹൃദയത്തിൽ ഉറയ്ക്കുമ്പോൾ നമുക്ക് വ്യക്തമായി നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിലാക്കി തീർക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താനും പറ്റും. ഈ ഒരു ദൗത്യമാണ് നമുക്കുള്ളത്. ഈ ദൗത്യത്തിന് സഹായകരമായിട്ട് വന്നവയാണ് പ്രബോധനങ്ങൾ, ലേഖന ഭാഗങ്ങളും അതേപോലെ തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ ഇവയോട് ചേർന്ന് വന്നവയാണ്. ഈ പാരമ്പര്യങ്ങൾ ഒരുപക്ഷെ അന്നത്തെ നിലയിൽ ഇന്ന് പാലിക്കാവുന്നവയാവണമെന്നില്ല. ചരിത്രപരമായ പല പരിമിതികളും ഈ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നത് ഈ ലേഖന ഭാഗങ്ങൾക്കകത്ത് നമുക്ക് കാണാം. ക്രിസ്തു എങ്ങനെയാണ് എന്നേക്കുമുള്ളവനാകയാൽ ക്രിസ്തു നിരന്തരം ആധുനികമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുക. അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോയി കഴിയുമ്പോൾ ഒരു സഹായകനെ ഞാൻ അയക്കും, സഹായകൻ വന്നു കഴിയുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കും, അവൻ എനിക്കുള്ളവയിൽ നിന്നെടുത്ത് നിങ്ങളെ പഠിപ്പിക്കും. എനിക്കുള്ളവയിൽ എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ നിന്ന്. ക്രിസ്തു കേന്ദ്രീകൃതമാകണം നമ്മുടെ ജീവിതം, ക്രിസ്തുവിലേക്കാണ് ശ്രദ്ധ പോകേണ്ടത്. വചനം നമ്മൾ ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെയാണ് ധ്യാനിക്കേണ്ടത്. വചനം ധ്യാനിക്കാൻ നമ്മെ സഹായിക്കുന്നവയാണ് പഴയ നിയമം, ലേഖന ഭാഗങ്ങൾ, സുവിശേഷത്തിനകത്തുള്ള സംഭവങ്ങൾ. സുവിശേഷത്തിനകത്തും ഉപമകളിലൂടെയും സംഭവങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും എല്ലാം അകക്കാമ്പായി നിൽക്കുന്ന ക്രിസ്തുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റണം. അതുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നാണ്. വചനത്തിന്റെ അർത്ഥവും പൊരുളും തിരിച്ചറിയുന്നത് ക്രിസ്തുവിലായിത്തീരുക എന്നാണ്. അങ്ങനെ വിശുദ്ധ ലിഖിതങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ലിഖിതങ്ങളെ ഇപ്രകാരം മനസ്സിലാക്കാതെ പോയാൽ സംഭവിക്കുന്ന പിഴവ്, വിശുദ്ധ ലിഖിതത്തിലെ ഓരോ വചനവും ദൈവവചനമാണ് എന്ന തെറ്റിദ്ധാരണയിലേക്ക് പോകും. പരസ്പരം വിരുദ്ധമായ ആശയങ്ങൾ പറയുന്ന വചനങ്ങൾ തന്നെ ഉണ്ടായേക്കാം. അതുകൊണ്ട് നമ്മൾ വചനത്തെ ഇങ്ങനെ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിൽ നിവൃത്തിയായ സമ്പൂർണ്ണ രക്ഷയാണ് ദൈവവചനത്തിന്റെ അകക്കാമ്പായിട്ടുള്ളത്. ആ രക്ഷയെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ദൈവാത്മാവിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ നിരന്തരമായ അന്വേഷണം ഹൃദയതലത്തിൽ നടത്തുകയും വേണം. എൻ്റെ നിങ്ങളുടെ ജീവിതം എത്രത്തോളം ക്രിസ്തു രഹസ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ കൽപ്പനയുമായിട്ട് ചേർന്ന് നിൽപ്പുണ്ട്, എത്രത്തോളം ക്രിസ്തുവായി ലോകത്ത് അനുഭവപ്പെടാൻ പറ്റുന്നുണ്ട്, ക്രിസ്തു സ്വയം സമർപ്പിച്ചതുപോലെ മുറിച്ചു വിളമ്പിയതുപോലെ മുറിച്ചു വിളമ്പാൻ പറ്റുന്നുണ്ട്, എങ്ങനെയാണ് എനിക്ക് ക്രിസ്തു അനുരൂപരാകാൻ പറ്റുക? ഈ ഒരു ഹൃദയഭാവത്തിലേക്കാണ് നാം ഉയരേണ്ടത്. അതുകൊണ്ട് വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിനെ തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ഏകവചനമായ ദൈവത്തിന്റെ ഏകവചനമായ ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കണം. ആ വചനത്തെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും പഴയ നിയമം സഹായിക്കും, പ്രബോധനങ്ങൾ സഹായിക്കും. പ്രബോധനങ്ങളിലും ഈ പഴയ നിയമത്തിലും കുടുങ്ങിപ്പോകാതെ ക്രിസ്തു എന്ന ഏക കേന്ദ്രത്തിലേക്ക് ഹൃദയത്തെ ചേർത്ത് വെക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്കും കഴിയുമ്പോഴാണ് ക്രിസ്തുവിനൊരു പ്രയോഗമാർഗമാക്കി മാറ്റാൻ പറ്റുക. ക്രിസ്തു യഥാർത്ഥത്തിൽ ഒരു പ്രയോഗമാർഗമാണ്. അതുകൊണ്ടാണ് മാർഗത്തിൽ ചരിക്കുന്നവർ, മാർഗവാസികൾ എന്ന പേരുണ്ടായത് അങ്ങനെയാണ്. ക്രിസ്തു ഒരു മാർഗമാണ്. ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ ജീവിതത്തിന്റെ വഴിയും ജീവിതത്തിന്റെ സത്യവും നിത്യജീവനുമായി തിരിച്ചറിയാനായിട്ട് നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട് എന്നതാവണം നമ്മുടെ ധ്യാന വിഷയം. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും വചനം കാണാപ്പാഠം പഠിക്കുന്നതും ഒക്കെ ദൈവവചനം പഠിക്കുന്നു അല്ലെങ്കിൽ ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്ന തെറ്റിദ്ധാരണയിലേക്ക് എത്തേണ്ടത് ക്രിസ്തുവിൽ പ്രാർത്ഥിക്കുക എന്നാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, ഇവൻ പറയുന്നത് കേൾക്കുവിൻ.
ക്രിസ്തു എന്താണ് ഹൃദയത്തിലിരുന്ന് സംസാരിക്കുന്നത്, ക്രിസ്തു എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ്, ക്രിസ്തു എങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തു എന്ത് സംസാരിക്കുന്നു എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് ദൃഷ്ടി ഉറപ്പിക്കുക, അവനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യേശു എന്ന ഏകവചനത്തെ, നിത്യവചനത്തെ ഹൃദയത്തിന്റെ അടിസ്ഥാനമായി, കേന്ദ്രഭാവമായി സ്വീകരിക്കുക. അങ്ങനെ ആവുമ്പോഴാണ് വചനം സംഗ്രഹിച്ചൊരു ജീവിതം ഉണ്ടാകുക. ക്രിസ്തുവിനെ ഇങ്ങനെ സംഗ്രഹിച്ച് ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ താൽക്കാലിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ദൈവസ്നേഹത്തിന്റെ അടയാളങ്ങൾ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വ്യക്തമായ ബോധ്യത്തോടെ വേണം നമുക്ക് വചനം ധ്യാനിക്കാൻ. വചനത്തിന്റെ കേന്ദ്രബിന്ദുവായ ക്രിസ്തുവിലേക്ക് നമുക്ക് തിരിയണം. ഈ ഒരു വചനഭാഗം വായിക്കൂ, നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉറപ്പിച്ചുകൊള്ളുക, അത് ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണ്. ഈ വചനം പ്രാർത്ഥിച്ചപ്പോഴാണ് അത്ഭുതം ഉണ്ടായത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ കാര്യം മനസ്സിലാക്കുക, അവർ ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടില്ല. കാര്യം സാധിക്കാനോ ഏതെങ്കിലും തരത്തിൽ ജീവിത പ്രതിസന്ധിക്ക് പരിഹാരമാകാനോ അല്ല ദൈവവചനമുള്ളത്. ദൈവവചനമാകുന്ന ക്രിസ്തു ഉള്ളത്. എങ്ങനെ നിന്നെ ദൈവപിതാവിന്റെ കരങ്ങളിൽ ഒരു ആരാധനയായിട്ട് അർപ്പിക്കാം, അഖില ലോകത്തിനും രക്ഷയായിട്ട് ക്രിസ്തു ഉണ്ട് എന്ന പരമമായ യാഥാർത്ഥ്യം ആനുകാലിക ലോകത്തിന് അനുഭവപ്പെടുത്തിക്കൊണ്ട് രക്ഷയിൽ സഹകാരികത്വം പുലർത്താം. ക്രിസ്തു വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വചനം ഹൃദയത്തിൽ ധ്യാനിക്കുന്നതിനെ സംബന്ധിച്ച് ബോധ്യം ഉണ്ടാകണം. വചനം ചരിത്രപരമായിട്ട് സ്വീകരിക്കുന്നതിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. ചരിത്രത്തിൽ ക്രിസ്തു ഇടപെടുന്ന ഓരോ സന്ദർഭത്തെയും വ്യാഖ്യാനിക്കുകയാണ്, അല്ലെങ്കിൽ അവയെ പ്രബോധിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ലേഖനങ്ങളിലൂടെ ചെയ്യുന്നത്. ലേഖനങ്ങളിലല്ല ക്രിസ്തു വെളിപ്പെട്ടത്. ക്രിസ്തു വെളിപ്പെട്ടത് സുവിശേഷത്തിലാണ്. സുവിശേഷത്തിനകത്ത് യേശുവിനെ കണ്ടെത്തുമ്പോൾ, ആ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുകയെന്നും എങ്ങനെയാണ് ജീവിതത്തോട് നിലപാടുകൾ സ്വീകരിക്കേണ്ടതെന്നും പ്രബോധനങ്ങളിലൂടെ നമുക്ക് കാണാം ലേഖന ഭാഗങ്ങളിൽ. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞവയാണ്. ചരിത്രപരമായ പ്രത്യേകതകളുണ്ട്. ആദിമ സമൂഹത്തിലാണ്, യഹൂദ സ്വാധീനമുണ്ട്, പുരുഷാധിപത്യ സമൂഹമാണ്. ആ സമൂഹത്തിൽ നിന്ന് ഒട്ടേറെ നമ്മൾ വിഭിന്നരായിട്ടുണ്ട്, നമ്മൾ മുന്നേറിയിട്ടുണ്ട്, സഭ വളർന്നിട്ടുണ്ട്. കാലാകാലങ്ങളിൽ സഭയെ നയിച്ച പിതാക്കന്മാരിലൂടെ, സഭയിൽ ദൈവം നൽകിയ ഇടപെടലിലൂടെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ സഭ നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. പഴയ സഭയല്ല പുതിയ സഭ. അതുകൊണ്ട് ആദിമസഭയിലേക്ക് പോവുക എന്നൊക്കെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദിമസഭ കേന്ദ്രീകൃതമായിരുന്ന ക്രിസ്തുഭാവത്തിലേക്ക് പോകുക എന്നാണ്. അതല്ലാതെ ആദിമസഭയുടെ സാഹചര്യങ്ങളിലേക്ക് തിരികെ പോകാൻ നമുക്ക് സാധ്യമല്ല. ആദിമസഭയുടെ സ്വഭാവത്തിലേക്ക് പോകാനും സാധ്യമല്ല. ആനുകാലിക ചുറ്റുപാടിൽ നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ക്രിസ്തുവചനത്തെ നമ്മുടെ ജീവിത നിലപാടായിട്ട് സ്വീകരിച്ച് പ്രവർത്തിക്കുക, അതിനെ നോക്കിക്കാണുക, ഇടപെടുക, ജീവിത പ്രയോഗമാക്കി ക്രിസ്തുവിനെ മാറ്റുക എന്നുള്ളതാണ് ദൗത്യം. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഔദാശികമായ ജീവിതം അർത്ഥപൂർണമാകൂ. ജീവിതത്തിന്റെ പ്രയോഗ വഴികൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതായിട്ട് മാറും. ശരിക്കും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വ്യക്തമായ ധാരണയും ബോധ്യവും നമുക്കുണ്ടാകണം. സുവിശേഷമാണ് കേന്ദ്രീകരിക്കേണ്ടത്. സുവിശേഷത്തിൽ തന്നെ യേശു പ്രബോധനം നൽകുന്നുണ്ട്, കൽപ്പന നൽകുന്നുണ്ട്, അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്, ഉപമകൾ നൽകുന്നുണ്ട്. അവയുടെ ഒക്കെ അകക്കാമ്പായിട്ടുള്ളത് ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ചും ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. ക്രിസ്തുവിൽ വെളിപ്പെട്ട ഈ ദൈവസ്നേഹം എങ്ങനെയാണ് പ്രവർത്തനക്ഷമമായതെന്നും സ്വയാർപ്പണത്തിലൂടെ വിമോചന കാരണമായിട്ട് മാറുന്നതെന്നും തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ അപ്രകാരം പരിവർത്തിപ്പിക്കുകയും ആനുകാലിക ലോകത്ത് രക്ഷയിൽ സഹകാരികളായി ആനുകാലിക ലോകത്തിന് രക്ഷ അനുഭവപ്പെടുത്തുക എന്ന ദൗത്യം നമുക്കുണ്ട്. നിത്യരക്ഷയെ സംബന്ധിച്ച് ഈ ബോധ്യത്തിൽ നമ്മൾ എത്തിച്ചേരുകയാണ് പ്രധാനം. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധ വെച്ച് വേണം നമ്മൾ വചനത്തെ ധ്യാനിക്കാൻ. വചനം ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വചനത്തെ നമുക്ക് കിട്ടുന്ന രൂപത്തിൽ, അതായത് സുവിശേഷത്തിൽ നമ്മൾ സ്വീകരിക്കുക. ആ വചനത്തെ സ്വീകരിക്കുമ്പോൾ അതിലൂടെ ക്രിസ്തു പ്രവർത്തിച്ച അടയാളം എന്താണെന്ന് മനസ്സിലാക്കുക. അത്ഭുതത്തെ മനസ്സിലാക്കാതെ അടയാളത്തെ മനസ്സിലാക്കുക. ഉപമയെ മനസ്സിലാക്കാതെ ഉപമയുടെ അകക്കാമ്പ് എന്താണെന്ന് മനസ്സിലാക്കുക. യേശു സംഭവങ്ങളെ, അതിന്റെ അകക്കാമ്പ് എന്താണ്, ആ പ്രവൃത്തിയുടെ പിന്നിലുള്ളതെന്നും എന്താണ് അതിലൂടെ ക്രിസ്തു വെളിപ്പെടുത്തിയതെന്നും തിരിച്ചറിയാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് ക്രിസ്തു കൂടുതൽ പ്രകാശം നൽകുന്ന ഒരു അനുഭവമായി മാറും. ഈ അനുഭവം മറ്റുള്ളവരിലേക്ക് പകരാൻ നമുക്ക് പറ്റും. അപ്പോഴാണ് അവരൻ ക്രിസ്തുവായി കണ്ട് സ്വീകരിക്കാനും അവന് വേണ്ടിയാണ് ജീവിത ബോധ്യത്തിൽ ജീവിക്കാനും നമുക്ക് കഴിയുക. അങ്ങനെയാണ് രക്ഷയുടെ അനുഭവം ഭൗമിക വാസത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയുക. വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള കേവല സങ്കല്പമായി സ്വർഗത്തെ പരിമിതപ്പെടുത്താതെ ആനുകാലിക ജീവിതത്തിൽ എന്നെ തന്നെ ഞാൻ അകമൊഴിഞ്ഞു നൽകുന്നതിലൂടെ, ക്രിസ്തു സ്നേഹത്തെ പ്രതി അർപ്പിക്കുന്നതിലൂടെ അനുഭവിക്കുന്ന സ്വയം ശൂന്യതയ്ക്കകത്ത് ക്രിസ്തുവിനെ തിരിച്ചറിയാനും ആനന്ദമയമായ ഒരു ലോകത്തേക്ക് പ്രവേശിക്കാനും നമുക്ക് കഴിയും. യഥാർത്ഥത്തിൽ ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കാനും നമുക്ക് കഴിയും. അങ്ങനെ
ജീവിതം ദൈവരാജ്യ അനുഭവമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്. ഈ ഒരു ബോധ്യത്തോടെ വചനത്തെ സംഗ്രഹിക്കാൻ നമുക്ക് കഴിയണം. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സംഭാഷണങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ, ദൈവം നിങ്ങളെ അങ്ങനെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഇവ എത്തിക്കാൻ ശ്രമിക്കണം. പരിമിതമായ ഒരു ചുറ്റുപാടിലാണ് സുവിശേഷം നാം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് അനേകരിലേക്ക് എത്താൻ നിങ്ങളൊരു കാരണമായിട്ട് മാറും. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനും അന്ധവിശ്വാസങ്ങളിലൊന്നും പെട്ടുപോകാതെ ക്രിസ്തു സ്നേഹത്തിൽ ഉറച്ച് ജീവിതത്തിന്റെ അടിസ്ഥാന നിലപാടായി ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഹൃദയ സമാധാനം മറ്റുള്ളവരും അനുഭവിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ അനുഭവപ്പെടുത്താൻ ഒരു ബാധ്യത നമുക്ക് ഏവർക്കുണ്ട്. ആ ബാധ്യത നിങ്ങൾ നിറവേറ്റണം. മറ്റുള്ളവരിലേക്ക് വചനം എത്തിക്കണം. കൂടുതൽ ആളുകൾക്ക് ഇത് പകർന്നു കൊടുക്കണം. നിങ്ങൾ ക്രിസ്തു വചനത്തെ പ്രകാരം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതാനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. അങ്ങനെ ജീവിതത്തിന്റെ താൽക്കാലികതകളെ ഭയക്കാതെ, നേരിടുന്ന പ്രശ്നങ്ങളെ ഭയക്കാതെ അവയ്ക്ക് മീതെ നടക്കാൻ, അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്കും കുറവുകൾക്കും പോരായ്മകൾക്കും ഒക്കെ മീതെ നടക്കാൻ, ബലഹീനതകളിൽ തുണയായിട്ടുള്ള ക്രിസ്തുവിനെ അനുഭവിച്ച് ആ ബലം ലോകത്തിന് പകർന്നു കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. ശുദ്ധാത്മാക്കൾ ചെയ്ത പ്രവൃത്തിയുടെ ഒരു തുടർച്ചയാണത്. അത് ക്രിസ്തു ദൗത്യമാണ്. ആ ദൗത്യം എനിക്ക് നിങ്ങൾക്കുണ്ട്. ആ ബോധ്യത്തോടെ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കാൻ ശ്രമിക്കണം എന്നാണ് ഹൃദയപൂർവമായ ഒരു അഭ്യർത്ഥന. എവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനം ഹൃദയത്തിലെ വിളക്കായിട്ട് മാറട്ടെ. ക്രിസ്തുവാകുന്ന ഏകവചനം ജീവിതത്തിൽ പ്രകാശിക്കട്ടെ. നിങ്ങൾ പോകുന്നിടങ്ങളിൽ, ചെയ്യുന്ന പ്രവൃത്തികളിൽ, നിങ്ങൾ ആയിരിക്കുന്ന ബന്ധങ്ങളിലൊക്കെ ക്രിസ്തുവിന്റെ പ്രകാശം പരക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.